ഡോക്ടർ ഷെറിൻ, ഭൂമി വെൽനസ് ക്ലിനിക്കിലെ യുനാനി കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർജി. ഇന്ന് ചെറിയ കുട്ടികളിൽ മുതൽ മുതിർന്ന ആൾക്കാരിൽ വരെ കാണപ്പെടുന്ന ഒരു കേസാണ് അലർജി എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലോബൽ വാർമിങ്, അതേപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ, ഇതൊക്കെ ഇതിന് വലിയൊരു പ്രാധാന്യം തന്നെ കൊടുക്കുന്നുണ്ട് അലർജിക്ക്. അപ്പോൾ എന്താണ് അലർജി? അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും ഒരു വസ്തു എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബോഡി റിയാക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത്. ആ വസ്തു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു അലർജി ഉണ്ടാകുന്നു. അതിനെ അലർജിക് റൈനൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നു. ചില ആളുകളിൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ചെവി ചൊറിച്ചില്, കണ്ണ് ചൊറിച്ചില്, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം, ജലദോഷം, മൂക്കടപ്പൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ അലർജി ഉണ്ടാകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. പല ആൾക്കാർക്ക് പല ഭക്ഷണങ്ങൾ കൊണ്ട്, ചില സാധനങ്ങൾ, ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള പൊടിയാണെങ്കിലും മൃഗങ്ങളിൽ നിന്നുള്ള രോമമാണെങ്കിലും ഇതൊക്കെ അലർജി ഉണ്ടാക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. അലർജി തന്നെ പലതരത്തിലും ഉണ്ട്. ഇപ്പോൾ സ്കിന്നിൽ അലർജി നോക്കുകയാണെങ്കിൽ അർട്ടിക്കേരിയ, ഡെർമറ്റൈറ്റിസ്, സ്കിന്ന് ഡ്രൈ ആവുന്നത്, ഇതൊക്കെ ഒരു സ്കിന്നിൽ വരുന്ന ഒരു അലർജിയാണ്. ചില ആൾക്കാർക്ക് ഫുഡിൽ നിന്ന് അലർജി ഉണ്ടാവുന്നുണ്ട്. ചില സീ ഫുഡ് കഴിച്ചാൽ, ചെമ്മീൻ, അയില, മത്തി പോലത്തെ ചില ഫിഷൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തടിച്ചു വരിക, സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു തടിപ്പ്, പുഴു അരിച്ച പോലെയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇതിനെ നമ്മൾ ചില ഗട്ട് അലർജി എന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബോഡിയിൽ ഇങ്ങനെ അലർജി കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, IgE, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്നാണ് ആ ടെസ്റ്റിൻ്റെ പേര്. ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിയിലുള്ള ബ്ലഡ് WBCയിലുള്ള ഒരു കണ്ടന്റ് ആണ് ഈസ്നോഫിൽ. ഈ ഈസ്നോഫിലിന്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാവുന്നത്? പല കാരണങ്ങൾ കൊണ്ടാണ് പലർക്കും പല രീതിയിൽ അലർജി ഉണ്ടാകുന്നത്. അതിൽ കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പാരമ്പര്യമായിട്ട് അലർജി ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സീസണൽ അലർജി, സീസണുകളിൽ മാത്രമേ അവർക്ക് അലർജി ഉണ്ടാവുള്ളൂ. വേനൽക്കാലത്ത്, മഴക്കാലത്ത്, മഞ്ഞുകാലത്തൊക്കെയാണ് ഇവർക്ക് അലർജി ഉണ്ടാവാറുള്ളൂ. ചില ആൾക്കാർക്ക് പെരീനിയൽ അലർജി എന്ന് പറയും, അതായത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അലർജി ആയിരിക്കും. ചില ആൾക്കാരിൽ ഇത് രണ്ടും കൂടിയിട്ട്, പെരീനിയൽ അലർജിയും അതേപോലെ തന്നെ സീസണൽ അലർജിയും കൂട്ടി മിക്സ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാരിൽ ഫുഡ് അലർജി ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി, അയില, ചെമ്മീന്, കക്ക, കല്ലുമ്മക്കായ പോലത്തെ ഷെല്ലുള്ള മീനുകൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ഫുഡിൻ്റെ അലർജി കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള പൊടിപടലങ്ങൾ, അത് സ്മോക്ക് ചെയ്യുന്ന പൊടി ആയിക്കോട്ടെ, എന്തെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുന്ന പൊടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ പൊടി എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ ആവുമ്പോഴും അവർക്ക് അലർജി കാണുന്നുണ്ട്. ചില ആൾക്കാർ പെറ്റിനൊക്കെ വളർത്തുന്നവരുണ്ട്. ഇവർക്ക് കൂടുതലായിട്ട് മൃഗങ്ങളുടെ രോമം, അതായത് പൂച്ചയുടെ രോമം ആയിക്കോട്ടെ, പപ്പീസിൻ്റെ രോമം ആയിക്കോട്ടെ, കിളികളുടെ തൂവലായിക്കോട്ടെ, ഇതൊക്കെ അവർക്ക് ശരീരത്തിൽ അലർജി ഉണ്ടാക്കുന്നുണ്ട്. പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഇതുപോലെ അലർജി കാണപ്പെടുന്നുണ്ട്. പാല് ഡൈജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. ചില ആൾക്കാരിൽ വയറിൻ്റെ കപ്പാസിറ്റി കുറവുള്ള ആൾക്കാരിൽ ഇതുപോലെ ഗട്ട് അലർജി കാണിക്കുന്നുണ്ട്. നമുക്കിതിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഇപ്പോൾ റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ മാട്രസ്, പില്ലോ ഒക്കെ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുക. റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുക. അതേപോലെ തന്നെ 2 ദിവസം കൂടുമ്പോഴൊക്കെ റൂം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്ന സമയത്ത് വാക്വം യൂസ് ചെയ്യുക. പിന്നെ ഈ വുളൻ പുതപ്പൊക്കെ ഉണ്ടാകും, അത് കൂടുതലായിട്ട് അലർജി ഉണ്ടാക്കുന്നുണ്ട്, അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കൃത്യസമയത്ത് ഉറങ്ങുക. കൃത്യസമയത്ത് ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡിൽ അലർജിയുടെ ടെൻഡൻസി കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ രാവിലെ നേരത്തെ കുളിക്കാൻ ശ്രമിക്കുക. പിന്നെ തലയിൽ എണ്ണ തേക്കുന്നത് ഒഴിവാക്കുക. ഭക്ഷണത്തിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും? അതായത് ഡെയിലി 3 ലിറ്റർ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ഡെയിലി ഒരു 3-5 ബദാം, ഒരു കണക്കിനനുസരിച്ചിട്ട് ബദാം കഴിക്കുക. അതേപോലെ തന്നെ കൂടുതൽ ഭക്ഷണത്തിൽ മഞ്ഞൾപ്പൊടി, തൈരൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയിൽ ഉണ്ടാകുന്ന
കുർക്കുമിൻ ആൻറ്റി ഓക്സിഡൻറ്റ് അലർജിനെ കുറക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ യോഗട്ട് എന്ന് പറയുമ്പോൾ തൈരിൽ ഉണ്ടാകുന്ന ബാക്ടീരിയാസ് കുടലിനെയും സ്റ്റൊമക്കിനെയും ഹെൽപ്പ് ചെയ്യും. ഡെയിലി വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അലർജി കുറക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ അലർജി കുറക്കുകയും ചെയ്യും. ഒരു ചെറിയ ഹോം റെമഡിയും കൂടി നമുക്ക് ഇതിലൂടെ നോക്കാം. ഒരു കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ചെറിയ പീസ് ആക്കിയിട്ട് 3 ദിവസം തേനിലിട്ട് വെക്കുക. 4ാമത്തെ ദിവസം ഇതിൽ നിന്ന് 1 ടീസ്പൂൺ തേൻ എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഡെയിലി കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള അലർജി നമുക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം വരുത്തിയിട്ടും നിങ്ങൾക്ക് അലർജി മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ തക്കതായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജി പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്